ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കുറേ കൂട്ടുകാർ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചൊരു ക്ലാസ് ചെയ്യുമോയെന്ന് ചോദിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു അറേഞ്ച് ചെയ്ത് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കമന്റ് വിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കിടക്കാം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചതുമാണ്. എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് സ്വയം പദ്ധതി. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞ തിരുവനന്തപുരം എക്സാമിനൊക്കെ ചോദിച്ചാണ് സ്വയം പദ്ധതി. അപ്പോൾ എന്താണ് സ്വയം പദ്ധതി? എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് സ്വയം പദ്ധതി. സ്വയം പദ്ധതിയുടെ ഫുൾ ഫോം എന്താണ്? സ്വയത്തിന്റെ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. പിന്നെ 2017 ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടലായിട്ടാണ് ഈ സ്വയം പദ്ധതി നിലവിൽ വന്നത്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തെത്തണം കേട്ടോ. പിന്നെ അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നൊരു പദ്ധതിയാണ് മുദ്രാ യോജന. മുദ്രാ യോജന എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുമാണ്. എന്താണ്? ഗ്രാമീണ മേഖലയിൽ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? ജൽജീവൻ മിഷൻ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഗ്രാമീണ മേഖലയിൽ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക നമ്മുടെ എല്ലാ വീടുകളിലും ജൽജീവൻ മിഷന്റെ പൈപ്പ് വീട്ടുമുറ്റത്ത് തന്നെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെയും വന്ന് കാണും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലായിടത്തും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ജൽജീവൻ മിഷന്റെ. അപ്പൊ ജൽജീവൻ മിഷൻ എന്താണ്? ഗ്രാമീണ മേഖലയിൽ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ കേട്ടോ. പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചൊരു പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ് ജൽജീവൻ മിഷന്റെ? ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് നമ്മുടെ ജൽജീവൻ മിഷന്റെ പ്രധാന ലക്ഷ്യം കേട്ടോ. പിന്നെ ജൽജീവൻ മിഷനിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ജില്ല കൊല്ലം ജില്ലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസും കൂടുതലാണ്. അപ്പം ജൽജീവൻ മിഷനിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? കൊല്ലമാണ് കേട്ടോ. കൊല്ലം. നമ്മുടെ കേരളത്തിലെ ജൽജീവൻ മിഷനിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, കൊല്ലം ജില്ലയാണ്. കൊല്ലം. അടുത്തത് ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ സംസ്ഥാനം ഗോവയാണ് കേട്ടോ. നമുക്കറിയാം, ഗോവ ഓൾറെഡി നമ്മുടെ ചെറിയ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് നമുക്ക് 100% പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ സംസ്ഥാനം ഗോവയാണ്. 100% എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗോവയിലെ എല്ലാ വീടുകളിലും ജൽജീവൻ മിഷന്റെ പൈപ്പ് ചെന്നിട്ടുണ്ട്, അവിടെ പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ 55 ലിറ്റർ ശുദ്ധജലം കൊടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. അതാണ് ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ സംസ്ഥാനം. ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് കേട്ടോ. ആദ്യ സംസ്ഥാനം ഗോവയാണ്. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു കേട്ടോ. അപ്പം ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ സംസ്ഥാനം ഗോവയും ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. അപ്പൊ ജൽജീവൻ മിഷൻ ക്ലിയർ ആയേ. ഇപ്പൊ അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തത് ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ കേട്ടോ, പുരയുടെ പുറത്താണ്, പുരപ്പുറ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അപ്പൊ എന്താണ്? സൗരോർജ്ജമാണ്. അപ്പൊ സൂര്യോദയം എന്ന് ഓർത്തണേ. അപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ പ്രധാനമന്ത്രി സൗരോർജ്ജ പദ്ധതി എന്നൊക്കെ കിടക്കും. അങ്ങനൊന്നും കറപ്പിക്കല്. അപ്പം മെയിനായിട്ട് ഇത് ഓർത്ത് വെച്ചോണം, പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ. എന്താണ്? സൂര്യോദയ, പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുതിർന്ന പൗരന്മാർക്കായി
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന കേട്ടോ. അപ്പൊ എന്താണ്? മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന കേട്ടോ. അടൽ വയോ അഭ്യുദയ യോജന. ക്ലിയർ അല്ലേ? അടുത്തത്, നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത് പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇതാണ് അമൃത് പദ്ധതി. അമൃത് പദ്ധതിയുടെ ഫുൾ ഫോം എന്താണ്? അടൽ മിഷൻ റെജുവിനേഷൻ ഫോർ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് അമൃതത്തിന്റെ ഫുൾ ഫോം. അപ്പൊ അമൃത് പദ്ധതി എന്താണ്? നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത് പദ്ധതി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഈ ഫസൽ എന്ന് പറഞ്ഞ ഒരു വിള എന്നാണ് അർത്ഥം കേട്ടോ. ഹിന്ദിയിലെ ഫസൽ എന്ന് പറയുമ്പോൾ അതങ്ങ് കണക്ട് ചെയ്തങ്ങ് വെച്ചോ. കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കേന്ദ്രമാണ്. കേന്ദ്രത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഭാരതം എന്നല്ലേ പറയുന്നത്. നമ്മൾ രാജ്യത്തെ ഭാരതം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്താണ്? ഭാരത് നെറ്റ് കേട്ടോ. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്, അരക്ഷിതാവസ്ഥയിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മിഷൻ വാത്സല്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്? അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ വാത്സല്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാലോ, കുട്ടികളാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ വാത്സല്യത്തോടാണ്. അതുകൊണ്ട് തന്നെ മിഷൻ വാത്സല്യ. അതുമായിട്ട് കണക്ട് ചെയ്ത് 2-3 പോയിന്റ് ഉണ്ട്, അതൊന്ന് പഠിക്കണം. അതായത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പാക്കുകയാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. അപ്പോൾ മിഷൻ വാത്സല്യയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? രാജ്യത്ത് ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പാക്കുകയാണ് നമ്മുടെ മിഷൻ വാത്സല്യയുടെ പ്രധാന ലക്ഷ്യം. പിന്നെ മിഷൻ വാത്സല്യയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1098. നമുക്കറിയാം, നമ്മൾ ഇത് പഠിക്കുമ്പോൾ 1098 പോക്സോ ഒക്കെ പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ 1098. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പോലീസ് സഹായം വേണമെങ്കിൽ 112 ആണ് കേട്ടോ. അടിയന്തര ഘട്ടങ്ങളിൽ പോലീസ് സഹായം എത്രയാണ്? 112 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ ഒന്ന് പറയാം, അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതി ഏതാണ്? സ്വയം പദ്ധതി. പിന്നെ സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി മുദ്ര യോജന. പിന്നെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? ജൽജീവൻ മിഷന്റെ ലക്ഷ്യം എന്താണ്? ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ ഓർത്ത് വെച്ചോണേ. പ്രധാന ലക്ഷ്യം എന്താണ്? ഈ 55 ലിറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ജൽജീവൻ മിഷന്റെ ലക്ഷ്യം എന്താണ്? ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ജൽജീവൻ മിഷനിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ജില്ല കൊല്ലം. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ആണ്. പിന്നെ ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. പിന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന കേട്ടോ. പിന്നെ നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത് പദ്ധതി. കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതി ഭാരത് നെറ്റ്. പിന്നെ അരക്ഷിതാവസ്ഥയിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ വാത്സല്യയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? രാജ്യത്ത് ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പാക്കുക എന്നതാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് നോക്കാം. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-23 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രാസവളങ്ങളുടെ ഉപയോഗം
കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-23 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി കേട്ടോ. അടുത്തത്, രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? വിസിറ്റ് ഇന്ത്യ 2023. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. അത് പറയാൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ G20 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഭാഗമായാണ് പദ്ധതി. നമുക്കറിയാം G20 സമ്മേളനം 2021 നമ്മുടെ ഇന്ത്യ വെച്ചാണ് നടന്നത്. അതിന്റെ ഭാഗമായിട്ട് വന്നൊരു പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. അപ്പോൾ വിസിറ്റ് ഇന്ത്യ 2023 എന്താണ്? രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023 കേട്ടോ. പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PM ഡിവൈൻ കേട്ടോ. PM ഡിവൈൻ ആണ്. അപ്പോൾ എന്താണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM ഡിവൈൻ. നമുക്കറിയാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളും ഇപ്പം നമ്മുടെ കേരളം പോലെയോ അല്ല നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെയും അത്ര വികസനം വന്നിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ്. അരുണാചൽ പ്രദേശ്, അങ്ങനെയുള്ള മിസോറാം തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടത്തേക്കുള്ള പ്രധാന വികസനത്തിനായുള്ള കേന്ദ്ര സർക്കാർ സെപ്പറേറ്റ് ആയിട്ട് ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് PM ഡിവൈൻ. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PM ഡിവൈൻ. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണ്? ആരാണ്? വടക്ക് കിഴക്കൻ വികസനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാന വികസന വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്രത്തിന്റെ? അതൊന്ന് കമന്റ് ചെയ്യണേ. അടുത്തത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതൊന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ നിയമത്തിന്റെ ലക്ഷ്യം വീട്ടിലെ പ്രായപൂർത്തിയായ ഏതെങ്കിലും അംഗം വൈദഗ്ധ്യമില്ലാത്ത ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കുറഞ്ഞത് 100 ദിവസം തൊഴിലുറപ്പ് വേതനം നൽകുക എന്നതാണ് ലക്ഷ്യം. അപ്പം നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി ഒരു പ്രായപൂർത്തിയായവർക്ക്, അതായത് വീട്ടിലെ മുതിർന്ന പ്രായപൂർത്തിയായവർക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നതാണ് ലക്ഷ്യമായിട്ട് വരുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ലിംഗഭേദമില്ല. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, സ്ത്രീകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇടാം. അത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ലിംഗഭേദമില്ല. ആണിനും പെണ്ണിനും ഒക്കെ പണി ചെയ്യാൻ സാധിക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ. പിന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ്. പിന്നെ നമുക്ക് ഇതിനൊരു ജോബ് കാർഡുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാണേ. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ നമ്മുടെ കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലയിലെ എക്സാമിന് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ചെയ്യുന്നവർക്ക് ഒരു ജോബ് കാർഡുണ്ട്. ജോബ് കാർഡ് നൽകുന്നത് നമ്മുടെ പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്താണ് ജോബ് കാർഡ് നൽകുന്നത്. ഈ ജോബ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ജോബ് കാർഡിന് 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഒരു ജോബ് കാർഡ് 5 വർഷം. അപ്പോൾ 5 വർഷവും അവർക്ക് തൊഴിലുറപ്പ് പണി ചെയ്യാനാണ് ഈ ജോബ് കാർഡ് കൊടുക്കുന്നത്. അത് ഓർത്ത് വെച്ചാണ് ജോബ് കാർഡ്. പിന്നെ കേരളത്തിൽ ആദ്യം വന്നത് എവിടൊക്കെയാണ്? പാലക്കാട്, വയനാട് ജില്ലകളാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് ആദ്യം വന്നത് ഇടുക്കി, കാസർഗോഡ് എന്നാണ്. അത് ഓൾറെഡി തെറ്റാണ്. നമ്മൾ എക്സാം പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? പാലക്കാട്, വയനാട് ജില്ലകളിലാണ് കേട്ടോ. പിന്നെ നിലവിലെ വേതനം എത്രയാണ്? കേരളത്തിലെയാണ് 346. കേരളത്തിലെ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. 346 നിലവിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം 346 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13 രൂപ വർധനവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 13 രൂപ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പ്രാബല്യത്തിൽ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 2006 ഫെബ്രുവരി 2 നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. നിയമമായത് 2005 സെപ്റ്റംബർ 7. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എടുത്തെടുത്ത് പറയുന്നില്ല, ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്തിലാണ്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നതാണ് ഇതിന്റെ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതിന് ലിംഗഭേദമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. പിന്നെ പിന്നെ ഇതിനൊരു ജോബ് കാർഡുണ്ട്. 5 വർഷത്തെ വാലിഡിറ്റി ഉള്ള ജോബ് കാർഡ് ഉള്ളവർക്ക് മാത്രം തൊഴിലുറപ്പ് പദ്ധതി ചെയ്യാൻ പറ്റും. ആ ജോബ് കാർഡ് നൽകുന്നത് ഗ്രാമപഞ്ചായത്താണ്. അതോടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ചിലപ്പോൾ കണക്ട് ചെയ്തൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത പദ്ധതി അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അടൽ പെൻഷൻ യോജന കേട്ടോ. പിന്നെ അടുത്തത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്താണ്? ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഉള്ളതാണ്. അപ്പൊ എന്താണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി? ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പദ്ധതികളാണ് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഇതിനകത്ത് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഇനി ചോദിക്കാനും ചാൻസ് ഉള്ളതും എല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൽജീവൻ മിഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഫസൽ യോജന, പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഓൾറെഡി ഉണ്ട്, എന്നിരുന്നാലും കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സസ് ഡെയിലി ഇടാൻ പറ്റൂ, നിങ്ങൾക്ക് വേണ്ടി ഇടാൻ പറ്റൂ. ഇനി നമ്മൾ കുറച്ച് ക്ലാസ്സസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ 7 എക്സാമിന് മുമ്പ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്കോടെ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റോടെ ചെയ്യണം. പിന്നെ ടെലഗ്രാം ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും, അതിലൊന്ന് ജോയിൻ ചെയ്യാൻ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രമിക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.